ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും റിസ്ക് എടുക്കുന്നവനായിരിക്കും, അല്ലെ? റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത, ഞാൻ കോളേജിലെ ക്ലാസ് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പണിക്കേറുന്നത്. ഇത് നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുക്കുവോ, പരാജയപ്പെടാം, വിജയിക്കാം. പക്ഷെ റിസ്ക് എടുക്കാത്ത ഒരാളും വിജയിച്ചിട്ടില്ല. റിസ്ക് എടുക്കുന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ വിജയം. ഞാൻ സീറ്റുകൾ തുടങ്ങിയപ്പോൾ എടുത്ത ഏറ്റവും വലിയ റിസ്ക്, കമ്പ്യൂട്ടറിൽ കൂടി മീൻ കിട്ടും നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറും വിശ്വസിക്കുന്നേ ഇല്ല. എന്നോട് പ്രാന്ത് പിടിച്ചവരൊക്കെ എന്ത് ചെയ്യാനെന്ന് ചോദിച്ചവരുണ്ട്. പറഞ്ഞ മനസ്സിലായത് പ്രാന്ത് പിടിച്ചവരെ കൊണ്ട് എന്ത് പറയാനാന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്? ഈ റിസ്ക് എടുക്കുമ്പോൾ, ഞാൻ ഈ റിസ്ക് എടുത്തു, പരാജയപ്പെട്ടു പോയി, ആരാണ് അതിന്റെ ഏറ്റവും തിക്തഫലം അനുഭവിക്കുന്ന അറിയാവോ? എന്റെ കുടുംബമാണ്. ഞാൻ രാവിലെ വീണ്ടും പാൻറ്റും കോട്ടൊക്കെ എങ്ങോട്ടെങ്കിലും പോകും. അവര് ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്റ്റാറ്റസിൽ ഉണ്ടാവുന്ന ഇടിവ്, മറ്റുള്ളവരെ നോക്കുന്ന മുഖത്തിനൊരു മാറ്റം, ബന്ധുക്കളും സുഹൃത്തുക്കളും അവർക്ക് നൽകുന്ന വിലയിൽ ഒരു കുറവ് എന്ന് തുടങ്ങി, ഒരുപക്ഷെ ഒരു കല്യാണത്തിന് ചെന്ന് നിന്നാൽ പോലും അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഒരു പരാജയത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എന്റെ കുടുംബമായിരിക്കും. അപ്പൊ ആ കുടുംബം എന്നോട് പറയുവാണ് ഗോ എഹെഡ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരാളുണ്ടാവുക, അങ്ങനെ ഒരു കുടുംബം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര അനുഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഏത് ബിസിനസ്സുകാരനായാലും ബിസിനസ്സുകാരിയായാലും കൂട്ടത്തിലുള്ള പാർട്ണർ കല്ലുപോലെ നിൽക്കണം. ബാക്കി ഞാനുണ്ടെന്ന് പറഞ്ഞാൽ മതി, അല്ലെ? അതെ, ആ ഒരു വാക്ക് കേട്ടാൽ പോകുമല്ലേ.